ഹലോ ഫ്രണ്ട്സ്, വിഷ്ണു ശാലിനി ലേറ്റസ്റ്റ് റിവ്യൂ. സുസ്മിത പറയുവാണ്, ഇന്ന് എൻ്റെ ദിവസമാണെന്നും പറഞ്ഞ് ഞാൻ വളരെ സന്തോഷിച്ച് അഹങ്കരിച്ച് വരുമായിരുന്നു. ഈ പോലീസുകാരന്മാരെല്ലാം നശിപ്പിച്ചു കളഞ്ഞല്ലോ. അവന്മാരുടെ ഒരു ഡോഗ് ഷോ. പക്ഷെ ഇതുകൊണ്ടൊന്നും ഞാൻ തളരില്ല ശാലിനി. നീ അവിടെ സന്തോഷിക്കുന്ന ഓരോ നിമിഷവും നീ പടുകുഴിയിലോട്ട് വീഴാൻ പോവാണെന്ന് താമസിക്കാതെ തന്നെ ഞാൻ അവിടെ ഒന്ന് മനസ്സിലാക്കി തരും. ഇന്ന് എൻ്റെ നല്ല ദിവസവും നിന്റെ മോശ ദിവസവുമാണ്, നിന്റെ സർവനാശത്തിൻ്റെ ദിവസം. സത്യാമ്മയുടെ വീട്ടിലെ ആഘോഷത്തിന് ഇങ്ങനെ ആളുകൾ വന്നുകൊണ്ടിരിക്കുവാണ്. അവിടെ ഭയങ്കര സന്തോഷവും ബഹളവും ഒന്നും പറയണ്ട. ഒരു ഉത്സവത്തിൻ്റെ ആൾക്കൂട്ടവും സന്തോഷവും എല്ലാം അവിടെ ഉണ്ട്. സത്യാമ്മ ചോദിക്കുന്നു, പപ്പി എവിടെ? കണ്ടില്ലല്ലോ. പൊന്നി അന്നേരം പറയുന്നുണ്ട്, പപ്പിമോളും സത്യമോളും കൂടെ ടോക്കിംഗ് ഡോൾ വെച്ച് കളിച്ചോണ്ടിരിക്കുകയാണ്. ഞാൻ അവരെ വിളിച്ച് സത്യാമ്മേ, അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞിട്ട് വരാമെന്നാ പറഞ്ഞേ. രാഘവേട്ടൻ ഉടനെ പറയുക, എന്നാ പിന്നെ എന്തിനാ ഇനി വൈകിക്കുന്നേ, ചടങ്ങുകളങ്ങ് നടക്കട്ടെ. ഫാമേ, ശാലിനി എവിടെ? നീ പോയി ശാലിനിയെ വിളിച്ചോണ്ട് വാ എന്ന് പറയുമ്പോൾ സത്യാമ്മ പറഞ്ഞു, ഞാൻ ഇപ്പം തന്നെ പോയി വിളിച്ചോണ്ട് വരാമല്ലോ എന്നും പറഞ്ഞ് സത്യാമ്മ ശാലിനിയെ വിളിക്കാനായിട്ട് പോവുകയാണ്. രാഘവേട്ടൻ വിഷ്ണുവിനോട് പറയുക, നിന്റെ അമ്മയ്ക്ക് നല്ല മാറ്റമുണ്ട്, ശാലിനിയാണ് ഇപ്പോൾ ഇവിടെ താരം, നിങ്ങളാരും അല്ല എന്നിങ്ങനെ പറയുമ്പോൾ വിഷ്ണുവിന് ഭയങ്കര സന്തോഷമാണ്. ശാലിനിയാണെങ്കിൽ സുസ്മിത പറഞ്ഞതൊക്കെ ഇങ്ങനെ ഓർത്തോണ്ട് നിൽക്കുവാണ്. ഞാൻ ഈ വീഡിയോ അങ്ങോട്ട് കൊണ്ടുപോയി സിനിമ കാണിക്കുന്ന പോലെ സത്യാമ്മ അങ്ങോട്ട് കാണിക്കും. അതോടെ തീരുവടി ശാലിനി, നിന്റെ ഈ തിളപ്പും വാശിയൊക്കെ. സത്യാമ്മ വന്ന് ശാലിനിയെ നോക്കുമ്പോൾ ശാലിനി ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവാണ്. സത്യാമ്മ ചോദിക്കുന്നുണ്ട്, ആഹാ, മോൾ ഇവിടെ നിൽക്കുമായിരുന്നോ? മോളെ അവിടെ എല്ലാവരും അന്വേഷിക്കുന്നുണ്ട്, ബാ താഴോട്ട് പോകാം. എന്താ മോളെ ഇത്? ഇത്രയൊക്കെ ഞാൻ നിനക്ക് വേണ്ടി ഇവിടെ ഒരുക്കിയിട്ടും എന്താ നിന്റെ മുഖത്തൊരു സന്തോഷമില്ലാത്തത്? ഇന്ന് ശ്യാമയുടെയും രോഹിത്തിൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആണെങ്കിലും ഞാനിത് ആഘോഷിക്കാൻ തീരുമാനിച്ചത് മോളെ ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണ്, നിനക്കും വിഷ്ണുവിനും വേണ്ടി മാത്രം. മോളെ, നിന്നെ എൻ്റെ മരുമകളായിട്ട് ഈ വീട്ടിൽ തിരികെ കയറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യുന്നത്. എൻ്റെ മകൻ വിഷ്ണുവിന് നീയില്ലാതൊരു ജീവിതമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇത്രയൊക്കെ ആഘോഷമാക്കാൻ ഞാൻ തീരുമാനിച്ചത്. ഈ ആഘോഷമൊക്കെ ഞാൻ ഒരുക്കിയത് നിങ്ങളെ രണ്ടുപേരെ ഒരുമിച്ച് ചേർക്കാൻ വേണ്ടി മാത്രമാണ്. മോളെ, നിൻ്റെ ഈ മൗനത്തിൻ്റെ കാരണം എന്താണെന്ന് എനിക്കറിയാം. നിൻ്റെ ചിന്തയുടെ കാരണവും ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. സത്യയെക്കുറിച്ചല്ലേ നീ ചിന്തിച്ചു കൂട്ടുന്നത് മുഴുക്കെ? ഈ വീട്ടിലെ മരുമകളായി നീ വന്നു കയറുമ്പോൾ സത്യ ഒറ്റപ്പെട്ടു പോകുമെന്ന് നീ ഭയപ്പെടുന്നു. മോളെ, അതിനൊരു നല്ലൊരു പരിഹാരം ഈ സത്യാമ്മ കണ്ടിട്ടുണ്ട്. എന്തു പരിഹാരമാ സത്യാമ്മേ? നിൻ്റെയും വിഷ്ണുവിൻ്റെയും ജീവിതത്തിലേക്ക് സത്യ കടന്നു വരാത്ത രീതിയിൽ ഞാൻ സത്യയുടെ കാര്യം നോക്കിക്കോളാം. സത്യയുടെ പേരിൽ നല്ലൊരു തുക ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തോളാം. അവൾ വളർന്ന് വലുതാകുമ്പോൾ അവളുടെ വിവാഹ ചടങ്ങ് മുതൽ എല്ലാം ഞാൻ വഹിക്കും. അതുകൊണ്ട് മോള് അവളുടെ കാര്യം ഓർത്ത് വേവലാതിപ്പെടണ്ട. ഈ വീട്ടിലൊരു മഹാറാണിയെപ്പോലെ നിനക്ക് കഴിയാം. മോളെ, നീ ഇനി വിഷ്ണുവിനെക്കുറിച്ച് ചിന്തിക്ക്. വിഷ്ണുവിൻ്റെ സന്തോഷം മോള് ശ്രദ്ധിച്ചില്ലേ? നീയായിട്ടത് കെടുത്തല്ലേ മോളെ? അവൻ്റെ മാത്രമല്ല മോളെ, ഈ വീട്ടിലുള്ള ആരുടെയും സന്തോഷം മോളായിട്ട് കെടുത്തരുത്. സത്യമോള് പപ്പിയോട് പറയുക, അല്ല പപ്പി, നമ്മളിവിടെ കളിച്ചിരുന്നാൽ മതിയോ? പപ്പിയുടെ അച്ഛൻ്റെ അമ്മയുടെയും വെഡിങ് ആനിവേഴ്സറി നമുക്ക് കൂടണ്ടേ? അവിടെ എല്ലാവരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമായിരിക്കും സത്യെ. നമ്മൾ അവിടെ പോയി നിന്ന് നമുക്ക് ബോറടിക്കത്തേ ഉള്ളൂ എന്നും പറഞ്ഞാൽ ടോക്കിംഗ് ഡോൾ വെച്ച് അവർ കളിച്ചുകൊണ്ടിരിക്കുവാണ്. സത്യാമ്മ അങ്ങനെ ശാലിനിയെ വിളിച്ച് ഹാളിൽ കൊണ്ട് എല്ലാവരുടെയും മുന്നിൽ നിർത്തുവാണ്. വിഷ്ണു ഇങ്ങനെ ശാലിനിയെ തന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. ശാലിനിയുടെ മുഖത്ത് പറയത്തക്ക സന്തോഷം ഒന്നും കാണുന്നില്ല. എന്താണ് ശാലിനിയുടെ മനസ്സിൽ? എൻ്റെ അമ്മ ഇത്രത്തോളം മാറി വളരെയധികം ശാലിനിയെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ദൈവമേ, എന്താ ഇപ്പോൾ ശാലിനിക്ക് പറ്റിയത്? എന്താണ് ശാലിനിയുടെ പ്രശ്നം എന്നൊക്കെ ഇങ്ങനെ വിഷ്ണു അവിടെ നിന്നിട്ട് നോക്കുവാണ്. സത്യാമ്മ വന്നവരുടെയൊക്കെ മുന്നിൽ വെച്ച് സന്തോഷത്തോടെ ചിരിച്ചോണ്ട് പറയുവാണ്, ഈ ചടങ്ങിൽ ഞാൻ ചില പ്രത്യേക തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. എല്ലാവരും ഇങ്ങനെ അന്തിക്കുക, ദൈവമേ, സത്യാമ്മയുടെ തീരുമാനമല്ലയോ? ഏത് നിമിഷവും സത്യാമ്മയുടെ സ്വഭാവം മാറും. ഇനി എന്ത് തീരുമാനമായിരിക്കും? വിഷ്ണു ഇങ്ങനെ ഞെട്ടലോടെ നോക്കുന്നുണ്ട്. അതെൻ്റെ മകന് വേണ്ടി ഞാൻ ചെയ്യേണ്ട സൽക്കർമ്മങ്ങൾ തന്നെയാണ്. അതിൻ്റെയൊക്കെ കാരണം എൻ്റെ സന്തോഷമെന്ന് വെച്ചാൽ അതെൻ്റെ മകൻ്റെ സന്തോഷമാണ്. അവൻ്റെ സന്തോഷം എന്താണെന്ന് വെച്ചാൽ അവൻ വിവാഹം കഴിച്ചുകൊണ്ട് വന്ന അവൻ്റെ പെണ്ണിൻ്റെ സന്തോഷമാണ്. ശാലിനിയുടെ കാര്യം പ്രത്യേകിച്ച് എനിക്കറിയില്ല. എന്നാലും ഏതൊരു പെൺകുട്ടിയും സന്തോഷപ്പെടുന്ന ഒരു കാര്യമാണ് ഞാനിപ്പോൾ ചെയ്യാൻ പോകുന്നത്. സത്യാമ്മ ഞങ്ങളെയൊക്കെ ഞെട്ടിക്കാൻ വേണ്ടി എന്തൊക്കെയോ കരുതി വെച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി എന്നിങ്ങനെ അവിടെ നിൽക്കുന്ന ഒരു സ്ത്രീ പറയുന്നുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് എന്നെ രാഘവേട്ടൻ വിവാഹം കഴിച്ച് ഈ വീട്ടോട്ട് കൊണ്ടുവരുമ്പോൾ നിധി പോലെ സൂക്ഷിക്കണമെന്നും പറഞ്ഞ് രാഘവേട്ടൻ്റെ അമ്മ എന്നെ ഏൽപ്പിച്ച താക്കോലാണിത്.
ഇനി ഈ താക്കോൽ സൂക്ഷിക്കേണ്ടത് ഞാനല്ല, എൻ്റെ മകൻ്റെ ഭാര്യയായ ശാലിനിയാണ് എന്നിങ്ങനെ പറയുമ്പോൾ ശാരദാമ്മയുടെ സങ്കടവും സന്തോഷവും ഒന്ന് കാണണം. അവിടെ നിൽക്കുന്നവരൊക്കെ അന്തിച്ച് നിൽക്കുവാണ്. ശ്യാമയാണെ സന്തോഷം കൊണ്ടിങ്ങനെ സത്യാമ്മയെ തന്നെ നോക്കി നിൽക്കുവാണ്. ഇത്രയൊക്കെ സംഭവങ്ങൾ അവിടെ നടക്കുന്നെങ്കിലും ശാലിനിയുടെ മുഖത്തൊരു സന്തോഷമോ ഒന്നും കാണുന്നില്ല. ശാലിനി ഒരു അങ്കലാപ്പോടെ, ഒരു പതർച്ചയോടെ, ഒരു ഭയത്തോടെ ഇങ്ങനെ നിൽക്കുവാണ്. അതെല്ലാവരെയും ഒന്ന് അതിശയിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. എന്താണ് ശാലിനിയുടെ മുഖത്തെ ഈ ഭാവവ്യത്യാസം എന്ന് എല്ലാവരും ചിന്തിക്കുകയും ചെയ്യുന്നുണ്ട്. പുതിയ തലമുറയ്ക്ക് മാറിക്കൊടുക്കേണ്ട ഒരു കസേര എന്നൊക്കെ പറഞ്ഞ് സത്യാമ്മ ഇങ്ങനെ ശാലിനിയുടെ കയ്യിലോട്ട് താക്കോൽ കൊടുക്കാൻ ഒരുങ്ങുവാണ്. മോളെ, ഞാൻ ഈ താക്കോൽ സന്തോഷത്തോടെ നിന്നെ ഏൽപ്പിക്കുവാണ്, നീ സ്നേഹത്തോടെ ഇത് വാങ്ങിക്ക് എന്നിങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സുസ്മിതയുടെ കാർ അങ്ങോട്ട് വന്ന് നിൽക്കുവാണ്. കാറിൽ നിന്നിറങ്ങിയ സുസ്മിത അകത്തോട്ട് വരുന്നതേ കയ്യടിയോടുകൂടിയാണ്. സുസ്മിതയുടെ ആ കയ്യടിയോടുകൂടിയുള്ള അകത്തോട്ടുള്ള വരവ് കണ്ട് എല്ലാവരും ഒന്ന് ഞെട്ടുന്നുണ്ട്. ശാലിനിയും അങ്ങ് പേടിക്കുന്നു. അത്രയും നേരം ചിരിച്ച് സന്തോഷിച്ചു നിന്ന ശ്യാമയും അങ്ങ് ഭയന്ന് നിൽക്കുവാണ്. രോഹിത് പറയുന്നുണ്ട്, ഈ ഫംഗ്ഷൻ അലങ്കോലപ്പെടുത്താനായിട്ടാണല്ലോ ഇവിടെ വരവ്. നന്നായിട്ടുണ്ട് അമ്മായിയമ്മയുടെയും മരുമകളുടെ ഈ നാടകം. രണ്ടുപേർക്കും കൂടി ഒരു കുച്ചിപ്പുടി ഡാൻസ് കൂടെ കളിക്കാമായിരുന്നല്ലോ. ഇല്ലെങ്കിൽ ഒരു മാർഗം കളിയെങ്കിലും ആകാമായിരുന്നല്ലോ. ഈ ഒരു മാർഗവും ഇല്ലാത്തവർക്ക് കളിക്കാൻ പറ്റിയ കളിയാണല്ലോ മാർഗം കളി. അതെങ്കിലും ഒന്ന് കളിച്ചുകൂടായിരുന്നോ? ശ്യാമ പറയുക, ഇത് എൻ്റെയും രോഹിത്തിൻ്റെയും വെഡ്ഡിങ് ആനിവേഴ്സറി ഫംഗ്ഷന്. ഈ ചടങ്ങിന് വേണ്ടി നിന്നെ ഇവിടെ ആരും ക്ഷണിച്ചിട്ടില്ലല്ലോ. എടി, നിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് ക്ഷണിച്ചോ? നിനക്ക് നാണമില്ല ഇങ്ങോട്ട് വലിച്ചു കയറി വരാൻ എന്നിങ്ങനെ വിഷ്ണു ചോദിക്കുമ്പോൾ സുസ്മിത പറയുക, വിഷ്ണുവേട്ടാ, നാവാട്ടാനുള്ള സമയമൊക്കെ ഞാൻ തരാം. ഞാൻ പറയാൻ വന്നതൊന്ന് പറഞ്ഞോട്ടെ. അതിനു മുൻപേ വിഷ്ണുവേട്ടൻ്റെ പ്രിയതമ്മയോട് എനിക്ക് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ഞാൻ പറയാൻ പോകുന്ന കഥയോട് അരങ്ങേറുമ്പോഴേ ശ്യാമേ, നിന്റെ കുഞ്ഞേച്ചിയുടെ അടുത്ത് തന്നെ ഉണ്ടായിരിക്കണം കേട്ടോ. ഞാൻ പറയാൻ പോകുന്ന സത്യങ്ങളെല്ലാം കേട്ട് കഴിയുമ്പോൾ ബോധം കെട്ടി വീഴാനൊക്കെ ഒരാൾ വേണമല്ലോ. എടി സുസ്മിത, ഇവിടെ ഇതേ ഒരു നല്ല രീതിക്ക് നടക്കുന്ന ഒരു ചടങ്ങാ. നിന്റെ വരവേ ഇവിടെ ആർക്കും ഇഷ്ടപ്പെട്ടിട്ടില്ല. നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയ്ക്കേ, നിന്നെ ആരും ക്ഷണിച്ചിട്ടില്ലല്ലോ. സത്യമേ, ഞാൻ പൊയ്ക്കോളാം. ചില കാര്യങ്ങളൊക്കെ നിങ്ങളുടെ ഈ മൂത്ത മരുമകളോട് ചോദിച്ചൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി വന്നതാ. ചില സംശയങ്ങൾ അതിപ്പോൾ തീർക്കേണ്ടത് എൻ്റെതും ഈ വീട്ടിലുള്ളവരുടെ ആവശ്യമാണ്. വിഷ്ണു പറയാ, നിന്റെ ഒരു കാര്യവും ഞങ്ങൾക്ക് ആർക്കും കേൾക്കണ്ട. നീ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ നീ ഇവിടുന്ന് പൊയ്ക്കേ. അയ്യോ എൻ്റെ വിഷ്ണുവേട്ട, ഞാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വന്നതല്ല. വിഷ്ണുവേട്ടനും വിഷ്ണുവേട്ടൻ്റെ വീട്ടുകാരും എല്ലാം കുറേ നാളുകൊണ്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ചോദ്യം ഉണ്ടല്ലോ, അതിനുത്തരം ഞാൻ ശാലിനിയോട് ചോദിക്കാൻ വന്നതാ. ഈ ശാലിനി പറയുന്ന ആ മറുപടി ഈ വീടിൻ്റെ അടിത്തറ ഇളക്കുന്നതാണെങ്കിൽ അത് ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ട് ഈ സുസ്മിത ഇവിടുന്ന് പോകത്തുള്ളൂ. എങ്കിൽ നീ ഒന്ന് ബോധ്യപ്പെടുത്തടി എന്നിങ്ങനെ വിഷ്ണു പറയുമ്പോൾ പെട്ടെന്ന് സുസ്മിത ശ്യാമയെ പിടിച്ചിങ്ങോട്ട് വലിച്ചിട്ട്, എന്നാൽ ചോദിക്കും വിഷ്ണുവേട്ട ഇവളോട്, എടി പപ്പിയുടെ അച്ഛൻ ആരാ? പറയടി. സുസ്മിതയുടെ ആ ചോദ്യം കേട്ട് ശ്യാമയും അങ്ങ് ഞെട്ടി. അവിടെ നിൽക്കുന്നവരൊക്കെ അമ്പരക്കുവാണ്. എന്താണ് ഇവളീ പറയുന്നത്? രോഹിത്താണെ ഇങ്ങനെ അമ്പരന്ന് കണ്ണും തള്ളി നിൽക്കുക. സുസ്മിതയാണെങ്കിൽ വിടുന്ന പാടില്ല. ഇടി ശ്യാമയെ പറഞ്ഞു കൊടുക്കടി, പപ്പി ആരുടെ മോളാണെന്ന് പറയടി, പപ്പി ആരുടെ മോളാന്ന്. രോഹിത് പറയാ, ഇവക്ക് 2 അടി കൊടുത്താലേ ശരിയാകത്തുള്ളൂ എന്നൊക്കെ ഇങ്ങനെ രോഹിത് ദേഷിക്കുവാണ് സുസ്മിതയെ നോക്കി. ഇത്രയും നേരം ഇതൊക്കെ കേട്ടോണ്ടിരുന്ന സത്യാമ്മയ്ക്ക് അങ്ങോട്ട് ഭയങ്കര ദേഷ്യമായിട്ട് സുസ്മിതയെ ഇങ്ങോട്ട് പിടിച്ചു വലിച്ചിട്ട്, എടി നീ എന്തൊക്കെ അനാവശ്യമാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? നാവിന് എല്ലില്ലെന്നും പറഞ്ഞ് എന്ത് തോന്നിയവാസവും ഇവിടെ വന്ന് വിളിച്ചു പറയാമെന്ന് വിചാരിച്ചോ? ആൻറ്റി, ഇവളോടൊന്ന് ചോദിക്കേ. ഇവള് മിണ്ടാതെ നിൽക്കുന്ന ആൻറ്റി കണ്ടില്ലേ? ഇവള് പറയട്ടെ പപ്പിയെ പ്രസവിച്ചത് ആരാണെന്ന്. ഇതൊക്കെ കേട്ടിട്ട് രാഘവേട്ടൻ പറ, എടി ജയിലിൽ കിടന്നിട്ട് നിന്റെ സ്വഭാവം ഒന്നും മാറിയില്ലേ? നല്ല തല്ലു കൊടുക്കാൻ നല്ല വനിതാ പോലീസ് അവിടെ ഇല്ലായിരുന്നെന്ന് തോന്നുന്നു. വനിതാ പോലീസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരെയൊക്കെ ഞാൻ ചോദിക്കിയിട്ടുണ്ട്. അവരൊക്കെ ഇപ്പോൾ ഏതോ എണ്ണത്തോണിയിലൊക്കെ കിടക്കുക. ഞാനേ ഇനി കൂടുതലൊന്നും വലിച്ചു നീട്ടുന്നില്ല. ഞാൻ വന്ന സത്യം അങ്ങ് പറയാം. ശ്യാമയ്ക്ക് അബോഷനായതും ശ്യാമ ഇനി കുട്ടിയെ പ്രസവിക്കത്തില്ലെന്നും എന്നൊക്കെ നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഈ കൂടെ നിൽക്കുന്ന ഈ മണുകുണാച്ചൻ പോലും അറിഞ്ഞിട്ടുണ്ടോ? എന്നിങ്ങനെ രോഹിത്തിനെ നോക്കി പറയുവാണ്. എടി നിർത്തടി, നിന്റെ നാവ് ഞാൻ പിഴുതെടുക്കും എന്നിങ്ങനെ രോഹിത്ത് പറയുമ്പോൾ ശാലിനിയെ ഇങ്ങോട്ട് വലിച്ചു നീട്ടിക്കൊണ്ട് സുസ്മിത പറയുക, ദാണ്ട ഇവളാണ് പ്രസവിച്ചത്. ശാലിനി ഇവളാണ് പ്രസവിച്ചത്. ശാലിനി ഇവളാണ് പപ്പിയെ പ്രസവിച്ചത്, അതും ഇരട്ടക്കുട്ടികളെ. ഇത് വിഷ്ണുവിൻ്റെ കാതിലിങ്ങനെ മുഴങ്ങുവാണ്. ഇരട്ടക്കുട്ടികളിൽ ഒന്നിനെ പൊന്നനിയത്തിക്ക് വളർത്താനും കൊടുത്ത്. നിങ്ങൾ ആരും അറിയാതെ ഇവൾ നിങ്ങളെ പറ്റിക്കുമായിരുന്നു. ശാരദാമ്മ ഇങ്ങനെ ഞെട്ടി കൈയെടുത്ത് വാ പൊത്തി ഇങ്ങനെ നിൽക്കുവാണ്. ഇവള് ശ്യാമയ്ക്ക് വളർത്താൻ കൊടുത്ത കുട്ടിയാണ് പത്മിനി എന്ന പപ്പി. സത്യാമ്മ ഉടനെ ചോദിക്കുക, എടി പുതിയ കള്ളക്കഥകൾ കൊണ്ട് എന്തിനാടി ഇങ്ങോട്ട് വന്നത്? എന്നോട് ഞങ്ങൾ എന്ത് തെറ്റാടി ചെയ്ത് നീ ഞങ്ങളെ ഇങ്ങനെ ദ്രോഹിക്കാൻ?
തെറ്റ് ചെയ്തത് ഞാനല്ല, ഈ ശാലിനി. ഇവള് ചെയ്ത തെറ്റ് മൂടി വെക്കാൻ വേണ്ടി ഇവള് ശ്യാമയെ ബലിയാടാക്കി. ഇവള് കണ്ടോ മിണ്ടാതെ നിൽക്കുന്നത്? അല്ലെങ്കിൽ ഇവള് പറയട്ടെ. പപ്പി ഇവിടെ വന്നു കയറിയതിൽ ശാലിനിയുടെ ബുദ്ധി പ്രവർത്തിച്ചിട്ടില്ലെന്ന് ശാലിനി തന്നെ പറയട്ടെ. അത്രയും നേരം മിണ്ടാതിരുന്നിട്ട് ശാലിനി, എടി ജയിലിൽ കിടന്നപ്പം നിന്റെ തലയ്ക്ക് നല്ല തട്ട് കിട്ടിയെന്ന് തോന്നുന്നല്ലോ. ഇല്ലാ കഥകളും കൊണ്ട് നീ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുന്നു. ഇല്ലാ കഥകൾ തന്നെയാണോ സത്യമാണോ എന്നുള്ളതിൻ്റെ തെളിവ് സഹിതമാടി ഞാൻ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പപ്പിയെ ഇവള് പ്രസവിച്ചതാണെന്നും ഇതെല്ലാം ഇവൾ എന്നോട് പറഞ്ഞ് സമ്മതിക്കുന്ന വീഡിയോ വേണമെങ്കിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അത് ആ വീഡിയോ എൻ്റെ കയ്യിലുണ്ട് എന്നും പറഞ്ഞ്, എന്നാൽ കാണിക്കടി നീ വീഡിയോ എന്ന് ശാലിനിയും ദേഷ്യത്തിൽ പറയുന്നുണ്ട്. ഇപ്പം തന്നെ കാണിച്ചു തരാം വീഡിയോ, എന്നിട്ട് നിങ്ങൾ തന്നെ കണ്ടോ ഇവൾ ആരാണെന്ന് എന്നും പറഞ്ഞ് സുസ്മിത ആ ഫോൺ ഓപ്പൺ ചെയ്തിട്ട് ആ വീഡിയോ കടന്ന് നോക്കുക. വീഡിയോ നോക്കിയിട്ടും വീഡിയോ കാണുന്നില്ല. സത്യാമ്മ ചോദിക്കുന്നു, എന്തിയാടി വീഡിയോ? നീ കുറേ നേരം കൊണ്ട് കിടന്ന് തേടുന്നല്ലോ. സത്യാമ്മ, ആ വീഡിയോ എൻ്റെ ഈ ഫോണിലുണ്ടായിരുന്നു. ഈ വീട്ടിലോട്ട് വരുന്നിടം വരെ എൻ്റെ കയ്യിൽ വീഡിയോ ഉണ്ടായിരുന്നു. നിൽക്ക് സത്യാമ്മ, ഞാൻ ഒന്നുകൂടെ നോക്കട്ടെ എന്നും പറ സുസ്മിത ആ ഫോണിട്ട് മേളോട്ടും താഴോട്ടും ഇട്ട് ഇങ്ങനെ റോള് ചെയ്യുവാണ്. അയ്യോ വീഡിയോ ഇത് എവിടെ പോയി എന്ന് ചോദിക്കുമ്പോൾ സത്യാമ്മ പറയുക, എടി എന്നിട്ട് നിൻ്റെ ആ വീഡിയോ എന്തിയടി? ആവിയായി പോയോടി എന്നും പറഞ്ഞ് സത്യാമ്മ അവിടെ ചെവിക്കുറ്റിക്ക് ഒരൊറ്റടി. അപ്പോൾ മോള് കള്ളനാടകം കൊണ്ട് ഇറങ്ങിയതാണില്ലേ? നിന്റെ ഈ നാടകം കളിക്ക് നല്ല തല്ല് തന്നെയാണ് വേണ്ടത്. ഇനി മേലാൽ ഈ പരിപാടിയും കൊണ്ട് എൻ്റെ കൺമുന്നിൽ നീ വന്നു പോയേക്കരുത് എന്നും പറഞ്ഞ് സത്യാമ്മ വീണ്ടും സുസ്മിതയെ അടിക്കാൻ കൈയോങ്ങുവാണ്. ഇതൊക്കെ കണ്ട് ശാലിനി ഒരു ചെറിയ പുഞ്ചിരിയോടെ അവിടെ നിൽക്കുവാണ്. എന്താടി നിൽക്കുന്നത്? ഇനി മേലാൽ നീ ഈ കോമ്പൗണ്ടിൽ കണ്ടുപോയേക്കരുത്, ഈ പരിസരത്ത് തന്നെ കണ്ടുപോയേക്കരുത്. ഇറങ്ങിപ്പോടി പാമേൻ്റെ, മിണ്ടിപ്പോവരുതടി, ഇറങ്ങടി ഇവിടുന്നെന്നും പറഞ്ഞ് സുസ്മിത ഇങ്ങനെ പിടിച്ച് തെള്ളുവാണ്. അഹങ്കാരത്തോടെ തലയെടുപ്പോടെ വന്ന സുസ്മിത നാണിച്ച് തല കുനിഞ്ഞ് ചമ്മി വിളറി ഇങ്ങനെ നിൽക്കുവാണ്. സുസ്മിത പിന്നെ അവിടെ നിന്ന് ആലോചിക്കുവാണ്, അയ്യോ ഞാൻ വീഡിയോ എടുത്തതായിരുന്നല്ലോ, ഞാനത് കണ്ടതായിരുന്നല്ലോ, പിന്നെ ഇതെങ്ങനെ ഡെലിറ്റായി? ആരാണിത് ഡെലിറ്റ് ചെയ്തത് എന്നൊക്കെ അവളിങ്ങനെ തലമണ്ടയിട്ട് പുകയ്ക്കുവാണ്. ഈ പരിപാടിയൊക്കെ ഒപ്പിച്ചത് നമ്മുടെ ശാലിനി തന്നെയാണ്. ശാലിനി അനുവിനെ വിളിച്ച് പറയുന്നുണ്ട്, സുസ്മിത വരുന്ന കാറിൻ്റെ കളറും നമ്പരും എല്ലാം അവളിങ്ങനെ വരുന്നുണ്ട്. അടുത്ത പോലീസുകാരെ കൊണ്ട് കാറ് തടയിക്കണം, അവിടെ കയ്യിലെ മൊബൈലിലൊരു വീഡിയോ ഉണ്ട്, ആ വീഡിയോ ഡെലിറ്റ് ചെയ്യിക്കണം എന്നൊക്കെ ശാലിനി അനുവിനെ പറഞ്ഞ് ഏർപ്പാട് ചെയ്തിട്ടുണ്ടായിരുന്നു. അനു അതെല്ലാം വേണ്ട പോലെ പോലീസുകാരെ കൊണ്ട് ചെയ്യിക്കുകയും ചെയ്തു. ആ ഒരു ധൈര്യത്തിലും സന്തോഷത്തിലുമാണ് നമ്മുടെ ശാലിനി നിൽക്കുന്നത്. ചമ്മി വിളറി നിൽക്കുന്ന സുസ്മിതയെ നോക്കി ഒരു ചെറു പുഞ്ചിരിയോടെ നമ്മുടെ ശാലിനി പറയുവാണ്, എനിക്കിപ്പോഴൊരു പഴഞ്ചൊല്ലാണ് ഓർമ്മ വരുന്നത്, പൊട്ടനെ ചട്ടൻ ചതിച്ചാൽ ചട്ടനെ ദൈവം ചതിക്കുമെന്ന്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ശാലിനി അങ്ങനെ സുസ്മിതയുടെ അഹങ്കാരത്തിൻ്റെ കൊമ്പൊടിച്ച് വിജയശ്രീ ലാളിതയായി അങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ അടുത്ത വീഡിയോയുമായി നാളെ കാണാം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.